ഹലോ ഗ്രീൻ മീഡിയാസിലേക്ക് സ്വാഗതം. കളങ്കാവിലിറങ്ങി ഇന്ന് 7-ാം ദിനമാണ്. 7-ാം ദിനം വ്യാഴാഴ്ച സിനിമയുടെ പ്രകടനം എങ്ങനെയെന്നുള്ളതാണ്. ഇന്ന് മോർണിംഗിൽ തന്നെ സിനിമയ്ക്ക് ചെറിയ രീതിയിലുള്ള ബുക്കിങ്ങും കാര്യങ്ങളുമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഇന്നലത്തെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് ആദ്യം കടന്നു വരാം. 1366 ഷോകളിൽ നിന്ന് 1,14,200 ടിക്കറ്റുകളാണ് വിറ്റുപോയിരിക്കുന്നത്. 29.5% ഒക്യുപ്പൻസിയിൽ സിനിമ നേടിയത് 1,82,96,000 രൂപയോളം, അതായത് 2,20,00,000 രൂപയോളമാണ് സിനിമയുടെ കേരള കളക്ഷൻ 6-ാം ദിനം ഫൈനലായി വന്നത്. എന്തായാലും മികച്ച രീതിയിലുള്ള ഒരു കളക്ഷനാണ്. ഒരു ഘട്ടത്തിൽ ഒരു പക്ഷേ 2 കോടി കടക്കുമോ എന്നുള്ളൊരു സംശയമായിരുന്നുവെങ്കിൽ 2 കോടിയും കടന്ന് മുന്നോട്ട് പോവുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളേക്കാൾ ഇടിവാണ് സിനിമയ്ക്ക് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഈ ഒരു മിഡ് വർക്കിംഗ് ഡേയിലും, അതായത് ഒരു ബുധനാഴ്ച വ്യാഴാഴ്ച പറയുന്ന ദിവസങ്ങളിൽ ഏത് സിനിമയുടെയും കളക്ഷൻ ഏറ്റവും കുറയുന്ന ദിവസം തന്നെയാണ്. അന്നത്തെ ദിവസവും സിനിമയ്ക്ക് സ്റ്റഡി കളക്ഷൻ നിലനിർത്താൻ കഴിയുന്നു. ഇതിനോടകം തന്നെ 4 ദിവസങ്ങൾ കൊണ്ട് 50 കോടി ക്ലബിലേക്ക് ഇടം പറ്റിയ സിനിമ ഇന്ന് 6 ദിനങ്ങൾ പിന്നിടുമ്പോൾ ഏകദേശം 59 കോടിയിലേക്ക് എത്തുകയാണ്. അതായത് 6 ദിവസം കൊണ്ട് സിനിമ നല്ല ഒരു കളക്ഷൻ, പെർ ഡേ 10 കോടി എന്നുള്ള ആവറേജ് കളക്ഷനിലേക്ക് എത്തുകയാണ്. 7-ാം ദിവസമായ ഇന്നും എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഏകദേശം 4 കോടിയോളമാണ് എന്നുള്ളതാണ്. എന്തായാലും കേരളത്തിൽ നിന്ന് സിനിമയുടെ കളക്ഷനായിട്ട് 2 കോടിക്ക് മുകളിൽ തന്നെ പ്രതീക്ഷിക്കുന്നു. നാളെ വെള്ളി, ശനി, ഞായർ ദിനങ്ങളിൽ സിനിമ അതിഗംഭീരമായിട്ട് കുതിച്ചുയരുമെന്നുള്ളത് യാതൊരു സംശയവുമില്ലാതെ പറയാവുന്നതാണ്. കാരണം അത്രത്തോളം മികച്ച രീതിയിലുള്ള ഒരു ചിത്രം എന്നുള്ളത് തന്നെയാണ് ഈ ഒരു സിനിമയുടെ ഏറ്റവും ഹൈലൈറ്റായി നമുക്ക് പറയാനുള്ളത്. എന്തായാലും കേരളത്തിന് പുറത്തും സിനിമയ്ക്ക് വലിയ രീതിയിലുള്ള ഒരു കളക്ഷൻ തന്നെ വരുന്നു. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ട്രാക്കിങ്ങിലൂടെ മാത്രം 21 കോടി കടന്ന ചിത്രം 24 കോടിക്കടുത്തേക്ക് എത്തുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയുന്നു. എന്തായാലും വരുന്ന ദിവസങ്ങളിൽ സിനിമയ്ക്ക് മികച്ച രീതിയിലുള്ള അഭിപ്രായങ്ങളുള്ളതുകൊണ്ട് തന്നെ, മികച്ച മമ്മൂട്ടി പെർഫോമൻസ് ഉള്ളതുകൊണ്ട് തന്നെ വീണ്ടും കുതിച്ചുയരുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഞായറാഴ്ചയോടുകൂടി സിനിമ 75-80 കോടി ക്ലബിലേക്ക് കയറുമെന്നുള്ളത് തന്നെയാണ് ഏവരും പ്രതീക്ഷിക്കുന്നത്. എന്തായാലും നമുക്ക് ആ ഒരു കാര്യങ്ങളിലേക്കൊക്കെ വരാം. ബാംഗ്ലൂരിൽ സിനിമയ്ക്ക് മികച്ച കളക്ഷൻ തന്നെയാണ്. ആദ്യ 4 ദിനങ്ങളിലും സിനിമയ്ക്ക് ആവറേജ് 50 ലക്ഷം രൂപയാണ് കളക്ഷനായിട്ട് വന്നത്. ഈ വർക്കിംഗ് ഡേയിൽ അല്ലെങ്കിൽ മിഡ് വർക്കിംഗ് ഡേയിൽ 15 ലക്ഷം രൂപയ്ക്ക് മുകളിൽ സിനിമയ്ക്ക് കളക്ഷൻ വരുന്നുണ്ട്. എന്താണെങ്കിലും വരുന്ന ശനി ഞായർ ദിനങ്ങളിലും 55, 50, 60 ആ ലക്ഷം റേഞ്ചിലേക്ക് കയറുമെന്ന പ്രതീക്ഷയാണ്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിലൊന്ന് സപ്പോർട്ട് ചെയ്യണം. ഗ്രീൻ മീഡിയാസ്.